ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിച്ച് നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ പ്രൊഡക്റ്റ് ഈ ഒരു മൈക്രോ ഫൈബർ ടവലുകളാണ്. മൈക്രോ ഫൈബർ മെറ്റീരിയൽ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നത് മൈക്രോ ഫൈബറിൻ്റെ തന്നെ ഫേസ് ടവലാണ്. ഇതുപോലത്തെ തന്നെ കേർച്ചീഫും വാങ്ങാൻ കിട്ടുന്നത്. മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ എഴുതിയിട്ട് പല ടൈപ്പ് ടവൽ വരുന്നുണ്ട്, പക്ഷേ അല്ലാതും ഇതുപോലെ വെള്ളം അബ്സോർബ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് എടുത്തു നോക്കി അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഈ കാണുന്ന രീതിയിലാണെങ്കിലാണ് ആ ഒരു മൈക്രോ ഫൈബർ ടവൽ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ബാത്ത് ടവലും വരുന്നുണ്ട്, വലിയത് ഇതുപോലത്തെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് വെള്ളം നന്നായി അബ്സോർബ് ചെയ്യൽ മാത്രമല്ല, നമ്മുടെ സ്കിന്നിക്ക് നല്ല സോഫ്റ്റ് ആണ്, വല്ലാതെ ഹാർഷല്ല. ഓരോ തവണ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കുന്നുണ്ട്. തലമുടി തോർത്താനായിട്ടും ഈ ടവൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് ഈ ഒരു മോഡൽ ടവൽ തലമുടി തോർത്താനായിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. ഈ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. ഉള്ളിലൊരു പോക്കറ്റ് വരുന്ന മോഡലാണിത് കേട്ടോ. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വഴിയെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ഒരു കുടുക്കും ഒരു എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ തലമുടിയിൽ ഇത് വെച്ച ശേഷം ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മൾ വെക്കില്ലേ മുടി ഉണങ്ങാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ മോഡൽ ടവൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ മുടി പൊട്ടി ഡാമേജുകൾ കുറയ്ക്കാനായിട്ട് മൈക്രോ ഫൈബർ ടവൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൊച്ചു കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഉപയോഗിക്കാം. മുടി ലെങ്ത് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ലെങ്ത് കുറവായാലും ഈസി ആയിട്ട് ഇതിൽ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കാവുന്നതാണ്. ഉണങ്ങി കഴിഞ്ഞാൽ മാറ്റാം. രണ്ട് രീതിയിൽ നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഈ ഒരു ലൂഫ എന്ന് പറഞ്ഞിട്ടുള്ള ആയിട്ടാണ്. ഇത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതിൽ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ടുള്ളത്, കുറച്ച് വിലീൻ്റെ ആയിരിക്കും. സാധാരണ ലൂഫ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി വില ഇതിന് വരുമെങ്കിലും നല്ല ക്വാളിറ്റിയാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ കുറേ കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ ഈ ഒരു ഇതളകൾ ഇങ്ങനെ വിട്ടു പോരും. അപ്പോൾ അങ്ങനെ പോരുന്ന പ്രശ്നമില്ല. ഇത് വേഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. നമ്മൾ സോപ്പായാലും ബോഡി വാഷ് ആയാലും ഈ ഒരു പ്രൊഡക്റ്റ് നനച്ച ശേഷം അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പത കിട്ടുകയും ചെയ്യും. കുറേ അധികം പ്രൊഡക്റ്റ് എടുക്കേണ്ട ആവശ്യം വരില്ല. മൂന്നാമത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഫോൾഡബിൾ ഹാൻഡ് ബാഗാണ് കേട്ടോ. ഇത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ ലഗേജ് ബാഗിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബാഗ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് വളരെ ചെറുതാക്കി ഫോൾഡ് ചെയ്തിട്ട് ഈ ബാഗ് വെക്കാൻ പറ്റും. നല്ല തിക്ക് മെറ്റീരിയലാണ്, പിന്നെ വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് ഈ ബാഗിൽ ഈസി ആയിട്ട് എടുത്ത് വെക്കാനായിട്ട് പറ്റും. ഇത് കുറേ കളേഴ്സിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു സാറ്റിൻ ഫിനിഷാണ് ഇതിന് വരണതിൻ്റെ, അതുകൊണ്ട് തന്നെ ഒരു തിളക്കൊക്കെ ഉണ്ട്, കാണാനും ഭംഗിയുണ്ട്. ഇതിൻ്റെ കുറേ കളേഴ്സ് കിട്ടുന്നുണ്ട്, പിങ്ക്, പേർപ്പിൾ അങ്ങനെയൊക്കെ. നമുക്കപ്പോൾ ഇതിൽ ഒരു നമ്മൾ സ്കൂൾ ബാഗ് ഇടുന്ന പോലെ ആ ഒരു മോഡലിലാണ് ഈ ബാഗ് നമുക്ക് ഇടാൻ പറ്റുക. കുടയും വാട്ടർ ബോട്ടിലും അങ്ങനെയൊക്കെ വെക്കാൻ നമുക്ക് ഈ ബാഗിൽ പറ്റും. അതേപോലെ തന്നെ മടക്കുന്ന രീതി ഒന്ന് പഠിച്ചെടുത്താൽ മതി. അത് മടക്കി അതേപോലെ തന്നെ നമുക്ക് വളരെ ചെറിയൊരു പൗച്ച് പോലെ ആക്കി നമ്മുടെ ബാഗിൽ ഇത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് 2 കൊല്ലം മുൻപ്. പക്ഷേ ഇപ്പം നമുക്ക് ഓൺലൈനിൽ ഇതുപോലത്തെ ബാഗുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ ചെറിയൊരു പൗച്ച് പോലെയായി മാറി. ഇത് ഓപ്പൺ ചെയ്താൽ വലിയൊരു ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. വേറെ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ ബോഡി ഓർഡറിലായി നമ്മുടെ സ്മെല്ലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. ആദ്യം വരുന്നത് ഈ ഒരു റോൾ ഓൺ ഡിയോഡറൻ്റ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് യാർഡ്ലേയുടെയാണ് വരുന്നത്. ഇതിൽ അത്യാവശ്യം സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിവ്യയുടെ വരുന്നുണ്ട്, യാർഡ്ലേയുടെ വരുന്നുണ്ട്, അങ്ങനെ പല ബ്രാൻഡ്സിൻ്റെയും വരുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ബോഡി സ്പ്രേ ആയിട്ട് ഈ ഒരു ബ്രാൻഡിൽ ഓസം എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല സ്മെല്ലാണ് വരുന്നത്. റോസിൻ്റെയാണ് ഇത് വരണേ. ഇതിൽ തന്നെ ലാവൻഡറും പിന്നെ ബ്ലൂ കളറിലുള്ള ഒരു ബോട്ടിലും വരുന്നുണ്ട്. 75-78 രൂപ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. പിന്നെ വലിയ ബോട്ടിലാവുമ്പോൾ കുറച്ചും കൂടി എമൗണ്ട് കൂടും. 200 രൂപയൊക്കെ വലിയ ബോട്ടിൽ ഇപ്പോൾ ഇങ്ങനത്തെ സ്പ്രേ ഒക്കെ വരാണെങ്കിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്പ്രേ മതി എന്നുണ്ടെങ്കിൽ ചെറിയ മോഡൽ വാങ്ങിയാലും മതി. പിന്നെ വരുന്നത് അത്തറാണ്. അത്തർ പല സ്മെല്ലിലും നല്ല ഇതായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് അത്തറിൻ്റെ സ്മെല്ല്. 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെറിയ ബോട്ടിൽ. ഇത് 70 രൂപയുടെ ബോട്ടിലാണ് വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പൾസ് പോയിന്റിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് കൈ ഒന്നിങ്ങനെ രണ്ടും കൂടി റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സ്മെല്ല് വരും, ലാസ്റ്റ് ചെയ്യും. അതോടൊപ്പം കഴുത്തിൻ്റെ പിൻഭാഗത്ത് അപ്ലൈ ചെയ്താൽ നന്നായി ലാസ്റ്റ് ചെയ്യാറുണ്ട്. ക്ലാസ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് മുടിയൊക്കെ കെട്ടി വെക്കുമ്പോൾ ഒതുങ്ങിയിരിക്കാനായിട്ട് നമ്മൾ ഓയിൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്മെല്ലുള്ള എന്തെങ്കിലും ഓയിൽ, അതായത് ജാസ്മിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ സ്മെല്ലൊക്കെ ഉള്ള ഓയിലുകൾ വരുന്നുണ്ട്. അങ്ങനത്തെ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഹെയർ ക്രീമോ സിറമോ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അതൊക്കെ ഇത്തിരി വില കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്താലും മതി.
തലമുടി പൊട്ടിപ്പോവാതിരിക്കാനും നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രഞ്ചീസ് ഉപയോഗിക്കാം. അപ്പോൾ സ്ക്രഞ്ചീസാണ് കുറച്ചും കൂടി മുടി കെയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലത്. ഇതുപോലെയുള്ള മെറ്റീരിയൽ സ്ക്രഞ്ചീസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിലൊക്കെ കിട്ടാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. സാറ്റിൻ്റെ സ്ക്രഞ്ചീസും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനത്തെ തന്നെ ഹെയർ ബാൻഡും വരുന്നുണ്ട്. ഹെയർ ബാൻഡ്സ് നമുക്ക് വീട്ടിൽ സാധാരണ നിൽക്കുന്ന സമയത്ത് മുടി ഒതുങ്ങിയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ചെറിയ സ്ക്രഞ്ചീസ് 20-30 ആ ഒരു റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള ഹെയർ ബാൻഡ് പോലത്തെ സ്ക്രഞ്ചീസ് ആണെങ്കിൽ ഒരു 50-60-70 ആ റേഞ്ചിലാണ് വരുന്നത്. പല ഡിസൈൻ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വീട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. തലമുടി കോമ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കോമ്പ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ വകഞ്ഞ് മാറ്റി കറക്റ്റായിട്ട് ഈരാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കോമ്പ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോമ്പ് കയ്യിൽ കരുതുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബാഗിലൊക്കെ വെക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ചെറിയൊരു കോമ്പാക്ട് മിറർ പ്ലസ് കോമ്പും കൂടി അടങ്ങിയിട്ടുള്ള ചെറിയൊരു ഇതുപോലത്തെ വാങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതും നമുക്ക് യാത്രാ സമയത്തൊക്കെ വളരെയധികം ഉപകാരമുള്ളതാണ് നമ്മുടെ കയ്യിൽ കരുതാനായിട്ട്. പിന്നെ നല്ല ഒരു നെയിൽ കട്ടർ നമ്മുടെ കയ്യിൽ കരുതാം. നല്ലത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും കുറഞ്ഞ വിലയ്ക്ക് ചെറിയ ചെറിയ നെയിൽ കട്ടർ കിട്ടും. പെട്ടെന്ന് തുരുമ്പ് വരും. അതോടൊപ്പം തന്നെ നഖം വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും അത് വെച്ചിട്ട്. അപ്പം നല്ല ബ്രാൻഡ് നോക്കിയിട്ട് ചിലപ്പോൾ ഇത്തിരി വിലയുണ്ടാവും, പക്ഷേ നല്ലത് നോക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് നാളത് ലാസ്റ്റ് ചെയ്യും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളത് എടുക്കുകയാണെങ്കിൽ. അടുത്തതായിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു മേക്കപ്പ് ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ കുറച്ച് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ കുറച്ച് ടാൽക് പൗഡർ ഇട്ട് കൊടുക്കുക. ഐലൈനർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനർ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ വയർക്കുമ്പോൾ ഒക്കെ അത് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. ലിപ് ബാം നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഇതൊരു ഹെർബൽ ബ്രാൻഡാണ്, കൗമുദി എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നെ ഹിമാലയയുടെ കാജലാണ് ഉപയോഗിക്കുന്നത്. ഇഷ്ടമുള്ള കാജൽ, കണ്ണിലേക്ക് താഴേക്കധികം പരരാത്ത പോലത്തെ കാജലും കൂടി സെലക്ട് ചെയ്യുക. ഇനി നമ്മളൊരു ഫംഗ്ഷനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനിന് പകരം ഇതുപോലെയുള്ള BB ക്രീം അല്ലെങ്കിൽ CC ക്രീം നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ സൺസ്ക്രീൻ അടങ്ങിയിട്ടുള്ള മോഡൽ SPF ഉള്ളത് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കോമ്പാക്ട് പൗഡർ ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. അതിൽ ഇപ്പോൾ ഇത് രണ്ടും സെലക്ട് ചെയ്യുമ്പോൾ, ഫൗണ്ടേഷനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സ്കിൻ കളർ അനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇനി മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേക്കപ്പ് റിമൂവ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. ജസ്റ്റ് സോപ്പും വെള്ളമായിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മേക്കപ്പ് പോകണമെന്നില്ല. അതിനായിട്ട് മിസിലർ വാട്ടർ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യാം. മേക്കപ്പ് റിമൂവർ കോട്ടൺ ബോൾസ് നമ്മൾ കയ്യിൽ കരുതണം. അതിൽ അപ്ലൈ ചെയ്തിട്ട് മുഖം നന്നായിട്ട് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കുക. അടുത്തത് ഫേഷ്യൽ വൈപ്സ് ആണ്. ഫേസ് മാത്രമല്ല കൈയും വൈപ്പ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല സ്മെല്ലാണ് ഇതിന്, നല്ലൊരു തണുപ്പാണ് ഇതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും മുഖം തുടയ്ക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കയ്യിലൊരു സ്മെല്ല് വന്ന് പെട്ടെന്ന് ഒന്ന് വൈപ്പ് ചെയ്യണം, വൃത്തിയാക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു വൈപ്സ് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാം. ബാഗിൽ കയ്യിൽ കരുതാം. നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയത് ഈ ഒരു നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ബോക്സിൽ 30 എണ്ണമാണ് വരുന്നത്. ഇതിൽ ചെറിയ ചെറിയ റൗണ്ട്സ് ആയിട്ട് വൈപ്സ് ഉണ്ടായിരിക്കും. അതിങ്ങനെ ഒരു നനവോട് കൂടി റിമൂവർ അതിൽ സോക്ക് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട്, ഇതിപ്പോൾ കഴിയാറായിട്ടോ, ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ നഖത്തുമ്പോൾ നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലുമാണ്. അതോടൊപ്പം തന്നെ നല്ല നീറ്റായിട്ട് വൈപ്പായിട്ട് കിട്ടും. കയ്യിലും കാലിലും ഒക്കെ നഖത്തുമ്പോൾ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് റിമൂവ് ചെയ്യാനുള്ള അത്രയും ഒരു വൈപ്സിൽ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ചില ഡ്രസ്സുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നെക്ക് ഭയങ്കര ഡീപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സ് ഉപയോഗിക്കാൻ നമുക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിന് പകരം ആ ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല കംഫർട്ട് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കാമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് 3 പീസായിട്ട് വരണേ, ഞാൻ ഇതിൽ കാണിക്കുന്നതിൽ വൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ വല്ലാതെ ഇറങ്ങി നിൽക്കുന്ന ആ കഴുത്ത് അത് നമുക്ക് കവർ ചെയ്യാനും പറ്റും. അതുപോലെ നല്ല നീറ്റ് ലുക്ക് കൊടുക്കുകയും ചെയ്യും. വൈറ്റ് ക്രീം ബ്ലാക്ക് കളേഴ്സിലാണ് വരുന്നത്. ഈ കാണുന്ന രീതിയിലാണ് ഇത് അറ്റാച്ച് ചെയ്യേണ്ടത്, അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലിക്ക് ഫിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല എളുപ്പമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് ടീനേജേഴ്സിന്. ഈ ഒരു ഐസ് ഫേഷ്യൽ ചെയ്യുന്ന ഈ ഒരു ഐറ്റം നല്ല യൂസ്ഫുൾ ആണ്. 100 രൂപ താഴേക്ക് ഇതിന് വില വരുന്നുള്ളൂ. പല മോഡലിൽ ഇത് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ മോഡലാണ്. ഇതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ച ശേഷം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഐസ് കിട്ടും. അപ്പോൾ ഐസ് മുഖത്തോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട, ചെറിയൊരു തുണി ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡയറക്റ്റ് ഐസ് മുഖത്തേക്ക് വയ്ക്കുമ്പോൾ ഒന്നാമത് ഭയങ്കര തണുപ്പാണ്. അത്രയും തണുപ്പ് കൊള്ളുന്നത് നല്ലതല്ല. ഇത് ടീനേജേഴ്സിനും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 2 ഫേസ് മാസ്കിൻ്റെ ഷീറ്റ് നമുക്ക് കയ്യിൽ കരുതാവുന്നതാണ്. പല ബ്രാൻഡിൻ്റെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതും മുഖത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നൽകുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറിൻ്റെ പോലെയാണ് ഇതിരിക്കുക. അപ്പം നനവോട് കൂടിയുള്ളതായിരിക്കും. അതിൽ നമുക്ക് ജസ്റ്റ് മുഖത്ത് ഇങ്ങനെ വെക്കുന്ന മോഡൽ ഈ കാണുന്ന രീതിയിൽ മുഖത്ത് വെക്കാം. പല ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ് അതനുസരിച്ച് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇതൊക്കെ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. നമ്മുടെ മുഖത്തിന് അങ്ങനെ ഒരു കാര്യം നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം.
ഇതുപോലെ ഒരു ഹോട്ട് വാട്ടർ ബാഗ് നമ്മുടെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പല ടൈപ്പ് ഹോട്ട് വാട്ടർ ബാഗ് വരുന്നുണ്ട്. ഇത് വളരെ ചെറുതാണ്, പക്ഷെ നല്ല കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ചൂടുവെള്ളം ഫില്ല് ചെയ്ത ശേഷം നമുക്ക് പെയിനുള്ള ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ ഹോട്ട് ബാഗ് ഉപയോഗിക്കാം. പീരിയഡ് സമയത്തൊക്കെ വയറുവേദന, ബാക്ക് പെയിനൊക്കെ വരുമ്പോൾ ഹോട്ട് ബാഗ് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു, എന്നാലും ടീനേജേഴ്സിന് യൂസ്ഫുൾ ആണ്, ഇതുകൊണ്ട് തന്നെ വീണ്ടും കാണിക്കുകയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷാണിത്. ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മസാജർ ഉപയോഗിക്കാം. ഇല്ല, ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. സിലിക്കൺ മെറ്റീരിയലാണ് വരുന്ന, നല്ലൊരു സോഫ്റ്റ് ആണ്. നമ്മുടെ തലയിൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ടാണ്. അതോടൊപ്പം തന്നെ ഷാമ്പു യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്യുമ്പോഴും ഡാൻഡ്രഫ് പോകാനും ഒക്കെ ഈ ഒരു ബ്രഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തലമുടിയും ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെയുള്ള ഓയിൽ ഡിസ്പെൻസർ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൽ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ വെച്ചിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്ന പോലെയാണ്. അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഈ ബ്രഷിൻ്റെ ഉള്ളിൽ വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. അതായത് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് വകഞ്ഞ് മാറ്റിയിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ഡയറക്റ്റ് സ്കാൽപ്പിലേക്കാണ് ഓയിൽ ചെല്ലുന്നത്. അപ്പോൾ വല്ലാതെ ഓവറായിട്ട് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ ടീനേജേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് പ്രൊഡക്ട്സ് കമൻറ്റ് ബോക്സിൽ പറയാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.